Fisher's quantity theory of money, or we call it as a cash transaction approach. Irving Fisher is an American economist. He put forward the cash transaction approach to the quantity theory of money. In his famous book, The Purchasing Power of Money, published in 1911, he stated that the value of money in a given period of time depends upon the quantity of money in circulation in the economy. അപ്പോൾ വാല്യൂ ഓഫ് മണി, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലെ വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്കോണമിയിലെ ക്വാണ്ടിറ്റി ഓഫ് മണിയുടെ സർക്കുലേഷൻ എത്രയാണോ എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഓക്കെ, അപ്പൊ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ ഇൻ ആ ഇക്കോണമി ഡിസൈഡഡ് ദ വാല്യൂ ഓഫ് മണി ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇനി ഇദ്ദേഹം പറയുന്നത് the quantity of money that determines the general price level and the value of money. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മണി ജനറൽ പ്രൈസ് ലെവലിനെയും വാല്യൂ ഓഫ് മണിയെയും ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ക്വാണ്ടിറ്റി ഓഫ് മണിയും ജനറൽ പ്രൈസ് ലെവലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ക്വാണ്ടിറ്റി ഓഫ് മണിയും വാല്യൂ ഓഫ് മണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ക്വാണ്ടിറ്റി ഓഫ് മണിയും ജനറൽ പ്രൈസ് ലെവലും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയും വാല്യൂ ഓഫ് മണിയും തമ്മിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇതേ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ജനറൽ പ്രൈസ് ലെവലും വാല്യൂ ഓഫ് മണിയും തമ്മിലുള്ളത്. വാല്യൂ ഓഫ് മണിയും ജനറൽ പ്രൈസ് ലെവലും തമ്മിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. വാല്യൂ ഓഫ് മണിയും ക്വാണ്ടിറ്റി ഓഫ് മണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും അത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇനി ക്വാണ്ടിറ്റി ഓഫ് മണി ഡബിൾ ചെയ്യുകയാണെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ ഡബിൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് മണി ഹാഫ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ജനറൽ പ്രൈസ് ലെവൽ ഡബിൾ ചെയ്തു, ക്വാണ്ടിറ്റി ഓഫ് മണി ഡബിൾ ചെയ്തത് കൊണ്ട് ജനറൽ പ്രൈസ് ലെവൽ ഡബിൾ ചെയ്തു, കാരണം ഇവ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് മണി ഇത് ഹാഫിലേക്ക് മടങ്ങാണ്. 6 അസംഷൻസ് ആണ്. ഫസ്റ്റ് അസംഷൻ ഇറ്റ്സ് എ ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് ഇക്കോണമി എന്നുള്ളതാണ് ഈ തിയറിയുടെ ബേസ് ആയിട്ട് അല്ലെങ്കിൽ അസംഷൻ പറയുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് ഇൻ ദ ഇക്കോണമി അല്ലെ, ക്ലാസിക്കൽസിന്റെ ആദ്യത്തെ അസംഷനും അല്ലെങ്കിൽ അവരുടെ ഒരു ഫീച്ചർ ആയിട്ട് വരുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ടി ആൻഡ് വി ആർ കോൺസ്റ്റന്റ്. സോ വാട്ട്സ് എ ടി? ടി മീൻസ് വോളിയം ഓഫ് ട്രേഡ്. ഈ വോളിയം ഓഫ് ട്രേഡ് ഇൻ ഷോർട്ട് റൺ റിമെയിൻസ് കോൺസ്റ്റന്റ്. വി മീൻസ് ദ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ remains constant in the short run because it depends largely on the spending habits of the people. So in the short run, it remains constant. Constant relationship between M and M dash. Okay, ഇപ്പോൾ ഇവിടെ M എന്ന് പറയുന്നത് കറൻസി മണിയാണ്, ക്രെഡിറ്റ് മണി എന്ന് പറയുന്നത് M dash ആണ്. ഓക്കെ, അപ്പൊ കറൻസി മണിയാണ് M and credit money is M dash. And here he says the price level is a passive factor. പ്രൈസ് ലെവൽ പി അല്ലെ, പി എന്ന് പറയുന്നത് പാസീവ് ഫാക്ടർ ആയിട്ട് മാത്രമാണ് ഈ തിയറിയിൽ അസ്യൂം ചെയ്യുന്നത്. ഇത് പിന്നീട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഈസ് എ പാസീവ് ഫാക്ടർ. പി ഈസ് എഫക്റ്റഡ് ബൈ അതർ ഫാക്ടേഴ്സ് ഇൻ ദ ഇക്വേഷൻ. ടി അല്ലെ, വോളിയം ഓഫ് ട്രേഡ്. എം കറൻസി മണി. എം ഡാഷ് ക്രെഡിറ്റ് മണി. വി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ ആണ്. വി ഡാഷ് ക്രെഡിറ്റ് മണിയുടെ വെലോസിറ്റി ഇൻ സർക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദം. ഡിമാൻഡ് ഫോർ മണി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ. ദ ലാസ്റ്റ് അസംഷൻ ദാറ്റ്സ് എ തിയറി ഈസ് അപ്ലിക്കബിൾ ഇൻ ദ ലോങ് റൺ. ഫിഷർ ഇവിടെ ആദ്യം പറയുന്നത് അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച് the quantity of money in circulation increases. That leads to increase in the price level because it shows a direct relationship between the quantity of money and the general price level. But when the quantity of money in circulation increases, that leads to decrease the value of money, and it happens vice versa. Okay, here is an example. If the quantity of money in circulation is double, if other things remaining equal, the general price level will also be double and the value of money is half. Okay, ഇവിടെ പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണി ഡബിൾ ആണ്, അതർ തിങ്സ് റിമൈനിങ് ഈക്വൽ ആണെങ്കിൽ. ക്വാണ്ടിറ്റി ഓഫ് മണി ഡബിൾ ആണെങ്കിൽ, ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ ഡബിൾ ആണെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ വിൽ ഓൾസോ ബി ഡബിൾ. പക്ഷെ വാല്യൂ ഓഫ് മണി അത് ഹാഫ് ആക്കി മാറ്റും, കാരണം ക്വാണ്ടിറ്റി ഓഫ് മണിയും വാല്യൂ ഓഫ് മണിയും തമ്മിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അത് ഡബിൾ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാഫ് ആവാന്നുള്ളതാണ് അതിന്റെ മീനിങ്. റൈറ്റ്, ഇത് നേരെ തിരിച്ചും സംഭവിക്കാം. ജനറൽ പ്രൈസ് ലെവൽ ഇൻ എ കൺട്രി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് മണി.
supply and the demand for money. അതേ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു supply of money is determined by the central bank or controlled by the central bank, and demand for money is created by consumers. Supply of money, the quantity of money in circulation and the velocity of its circulation. അപ്പോൾ ഇത് രണ്ടുമാണ്. സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ ആൻഡ് ദ വെലോസിറ്റി ഓഫ് ഇറ്റ് സർക്കുലേഷൻ. ദാറ്റ്സ് എ നമ്പർ ഓഫ് ടൈംസ് ദ മണി ചേഞ്ചസ് ഹാൻഡ്സ്. അതാണ് നമ്മൾ ഈ വെലോസിറ്റി ഓഫ് ഇറ്റ് സർക്കുലേഷൻ അല്ലെങ്കിൽ വി കൊണ്ട് മീൻ ചെയ്യുന്നത് ദ നമ്പർ ഓഫ് ടൈംസ് ദ മണി ചേഞ്ചസ് ഹാൻഡ്സ്. അപ്പോൾ എം വി റെഫേഴ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് മണി ഇൻ സർക്കുലേഷൻ ഡ്യൂറിംഗ് എ പീരീഡ് ഓഫ് ടൈം. Right? MV refers to the total volume of money in circulation during a period of time. For example, if the total money supply in India is 5,000 billion and its velocity per unit of time is 10 times. So the total money supply would be 5,000 into 10. MV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ money circulation ആണ്, quantity of money in circulation. And velocity of its circulation ആണ് നമ്മൾ V എന്ന് പറയുന്നത്. Number of times the money changes hands. Number of times money changes hands. അങ്ങനെയാണെങ്കിൽ 5,000 ബില്യൺ ആണ് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ. 10 ടൈംസ് ആണ് വെലോസിറ്റി പെർ യൂണിറ്റ് ഓഫ് ടൈം ഇസ് 10 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി ദാറ്റ്സ് ഈക്വൽ ടു 50,000 ബില്യൺ. ഓക്കെ, 5,000 into 10 ദാറ്റ്സ് ഈക്വൽ ടു 50,000 ബില്യൺ. ഡിമാൻഡ് ഫോർ മണി. പീപ്പിൾ ഡിമാൻഡ് മണി ബിക്കോസ് ഇറ്റ് സെർവ്സ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് and they carry it for everyday transactions and is used for exchange of goods. Okay, so the demand for money demanded by the people because it serves as a medium of exchange, they use to carry for everyday transaction and it's used for exchange of goods. Equation of exchange, Fisher's transaction approach to the quantity theory of money may be explained with the following equation: MV that's equal to PT, where M is the total supply of money, V is the velocity of circulation of money, P is the general price level, and T is the total transaction of physical goods. So MV that's equal to PT. Total supply of money, velocity of circulation of money that's equal to general price level into the transaction, total transaction of physical goods. This equation shows in an economy the total value of all goods sold during any period. The total value of all goods sold during any period must be equal to the total quantity of money spent during that period. Okay. Equal to the total quantity of money spent during that period. അപ്പോൾ ഒരിടത്ത് value of all goods and goods sold during any period must be equal to the total quantity of money spent during that period. അതാണ് ആ ഇക്വേഷൻ ഷോ ചെയ്യുന്നത്. MV that's equal to PT എന്ന് പറയുന്നത്. As a proportional relation between money supply and the price level. The level of price in the economy is directly proportional to the quantity of money in circulation. Okay, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കോൺസെപ്റ്റ് ആണ്. Doubling the total supply of money would double the price level. Equation MV that's equal to PT include only primary money or currency money. Okay, extensively uses demand deposits or credit money. Okay, ഇത് മോഡേൺ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോഡേൺ ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ്ലി യൂസസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓർ ക്രെഡിറ്റ് മണി. എം വി ഈക്വൽ ടു PT എന്ന് പറയുന്നതിനകത്ത് പ്രൈമറി മണി അല്ലെങ്കിൽ കറൻസി മണിയെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ മോഡേൺ ഇക്കോണമിയിലെ നമ്മൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും ക്രെഡിറ്റ് മണിയും കൂടി ഇൻക്ലൂഡഡ് ആണ്. It was an account of the growing importance of the credit money. So Fisher later on extended his equation of exchange to include the credit money. The equation changed like MV plus M dash P dash എന്ന് പറയും അല്ലേ. PT that's equal to MV that's plus M dash V dash എന്ന് പറയുന്നു. M dash that's the volume of credit money. It's the velocity of circulation of credit money. ഇക്വേഷൻ നമ്മളിവിടെ കാണുകയാണ്. റിലേഷൻഷിപ്പ് ആദ്യത്തെ ഇതിനകത്ത് കാണുന്നത് പ്രൈസ് ലെവലാണ്. പ്രൈസ് ലെവലും മണി സപ്ലൈയും, ഇവിടെ വാല്യൂ ഓഫ് മണി. അപ്പോൾ M1ഉം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയും പ്രൈസ് ലെവലും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ M1 ആണ് പ്രൈസ് ലെവൽ ഉള്ള സമയത്ത് M1 ഉള്ള ആണ് ക്വാണ്ടിറ്റി ഓഫ് മണി സർക്കുലേഷൻ ആണ്. പ്രൈസ് ലെവൽ ദാറ്റ്സ് ഇറ്റ്സ് P1. അതേ ടൈമിൽ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് 1/P ആണ്. ഓക്കെ, at the time of quantity of money is OM1, OP1 is the price level, or
1/p is the value of money. ഇനി M1 നിന്ന് M2ലേക്ക് മണി സപ്ലൈ ഇസ് ഇൻക്രീസസ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് P1 നിന്ന് P2ലേക്ക് പ്രൈസ് ലെവൽ ഈസ് ഓൾസോ ഇൻക്രീസസ്. പക്ഷെ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് 1/p നിന്ന് 1/P2ലേക്ക് വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി M2 നിന്ന് M4ലേക്ക് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ P2 നിന്ന് P4ലേക്കും ഇതും ഡബിൾ ചെയ്യുന്നു. ഓക്കെ, M2 നിന്ന് M4ലേക്ക് ഡബിളിംഗ് സംഭവിച്ചു. പ്രൈസ് ലെവൽ ഈസ് ഓൾസോ ഡബിൾ. ഇവിടെ സംഭവിച്ചത് ഇക്കോണമിയിലെ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ആദ്യം 1/p നിന്ന് 1/P2ലേക്ക് പിന്നെ അത് 1/P4ലേക്ക് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രൈസ് ലെവലും മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അത് തമ്മിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഓഫ് മണിയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അത് ഷോ ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ്, ഇത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ്. അപ്പൊ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഷോ ചെയ്യുന്നത്. Fisher's transaction approach can explain the causes of hyperinflation that occurs during war or emergency. It can also explain certain long-term trend in prices, but it cannot explain a normal peacetime inflation. Okay, Fisher's transaction approach can explain the cause of hyperinflation that occurs during war or in an emergency period, and it can also explain certain long-term trend in the prices, but the defect is it cannot explain a normal peacetime inflation. This shortcoming is modified by the Cambridge version or the cash balance approach. The criticism of the Fisher's cash transaction approach. First, unrealistic assumptions. Okay, ഫിഷറിന്റെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ അസംഷൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിനെ പാസീവ് ഫാക്ടർ ആയിട്ട് കാണുന്നത് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ടി ഈസ് ഇൻഡിപെൻഡന്റ്, കോൺസ്റ്റന്റ്, എം ഡാഷ് വി ഡാഷ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇൻ ദ ഷോർട്ട് ടേം. ഓൾ ദ അസംഷൻസ് ആർ കവർഡ് അണ്ടർ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആക്ച്വൽ വർക്കിംഗ് ഓഫ് ദി ഇക്കോണമിയിലെ ദീസ് ഡു നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ്. ദ തിയറി ഈസ് അൺറിയലൈസ്ഡ് ആൻഡ് മിസ്ലീഡിങ്. ഓക്കെ, അപ്പൊ ഇത് ഒരു മോഡേൺ ഇക്കോണമി അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, ഒരു വർക്കിംഗ് ഇക്കോണമിയിലേക്ക് വരുമ്പോൾ ഇതൊന്നും കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെ തിയറി ഈസ് അൺറിയലൈസ്ഡ് ആൻഡ് മിസ്ലീഡിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് അസംഷൻസ് ആർ ഇൻഡിപെൻഡന്റ്. വേരിയസ് വേരിയബിൾസ് ഇൻ ദ ട്രാൻസാക്ഷൻ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. Various variables in equation are not independent as assumed in the theory. These factors are very much influenced with each other. For example, when money supply is increases, velocity of money also goes up. Further assumes P is a passive factor and has no effect on trend. But in practice, on reality or in actual practice, when the price level rises, it increases profits and promotes trade. ഓക്കെ, അപ്പൊ പി പാസീവ് ഫാക്ടർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വൽ പ്രാക്ടീസിനകത്ത് വരുന്നത് when the price level rises, it increases profits and promotes trade. Fisher assumed ചെയ്തത് P is a passive factor and has no effect on trade. But in actual practice, when P is not a passive factor, it increases profits and it promotes trade. And the third assumption is criticized, and the third criticism is assumption of full employment is wrong. Full employment is a rare phenomenon in the economy and the theory is not real. അത് ജാം കെയ്ൻസിന്റെ ആദ്യമേ തന്നെ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇഗ്നോർഡ്. Quantity theory of Fisher's influence of the rate of interest on the money supply and the level of prices have been completely ignored. റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഫിഷറിന്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ increase or decrease in money supply has an important bearing on the rate of interest. So an increase in the money supply leads to a decline in the rate of interest and vice versa. അപ്പോൾ rate of interest മണി സപ്ലൈയുടെ ഇൻഫ്ലുവൻസിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത ഫിഷറിന്റെ ഒരു ഇത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുകയാണ്. Because when increase in the money supply, that leads to a decline in the rate of interest and vice versa. Right. അഞ്ചാമത്തെ ക്രിറ്റിസിസം പറയുന്നത് ട്രേഡ് സൈക്കിൾസിനെ കുറിച്ചിട്ടുള്ള ഫിഷർ ഇഗ്നോർ ചെയ്ത കാര്യങ്ങളാണ്. Does not tell as to why
what happens during depression. The increase in the money supply has a very little impact on the price level. In the boom period, the reduction in money supply or tight money supply may not bring down the price level. Okay. Crowther ഇതിനെ പറയുന്നത് the quantity theory is at best an imperfect guide to cause of the business cycle. Okay. Crowther ഇതിനെ criticize ചെയ്തത് ഇങ്ങനെയാണ്. Is an imperfect, best imperfect guide to the cause of the business cycle. അപ്പോൾ എപ്പോഴും ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബൂം പീരീഡിനകത്തുള്ള പല കാര്യങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ്. ഓക്കെ, അവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് തെറ്റാണ്. കാരണം does not tell us why during depression, why it happens during depression. The increase in the money supply has a little impact on the price level. ഇപ്പോൾ ബൂം പീരീഡിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ഈ ട്രേഡ് സൈക്കിൾസിനകത്ത് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വൺ ഓഫ് ദ ക്രിറ്റിസം. ക്രൗതർ വളരെ ഭംഗിയായിട്ട് അതിന് ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ബെസ്റ്റ് ഇംപെർഫെക്റ്റ് ഗൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Sixth criticism is there are many determinants, factors such as income, expenditure, saving, investment, population, consumption, etc. have been ignored from the purview to the theory. So many determinants M, V and T which have an important implication on the price level. പക്ഷെ ഇവിടെ പറയുന്ന factors such as income, expenditure, saving, investment, population, consumption, etc. have been ignored from the purview of the theory. പിന്നെ ഈ തിയറിയിലെ ലാസ്റ്റ് ക്രിറ്റിസിസം ഇവിടെ പറഞ്ഞ കാംബ്രിഡ്ജ് ഇക്കണോമിക്സ് അൺഡ്യൂ ഇമ്പോർട്ടൻസ് ടു പർച്ചേസിംഗ് പവർ ഓഫ് ഇക്കോണമി ഇൻ ടേംസ് ഓഫ് ദ കൺസംഷൻ ഗുഡ്സ്, ബട്ട് ദ തിയറി ഇഗ്നോർസ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഓഫ് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, ട്രാൻസാക്ഷൻ ഇതിനെ അതൊക്കെ കുറിച്ചു, പക്ഷെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള പർപ്പസ്, സ്പെക്കുലേറ്റീവ് മോട്ടീവിന് വേണ്ടിയിട്ട് ആളുകളുടെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെ കുറിച്ച് ഒരു അക്ഷരം തന്നെ ഈ തിയറിയിനകത്ത് പറഞ്ഞു വെച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പുട്ട് ഫോർവേഡഡ് ബൈ എർവിൻ ഫിഷർ. This theory is also named as cash transaction approach. Thank you.